ഓക്കെ, ആദ്യം നമ്മൾ BCF കർവിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ നോക്കി എങ്ങനെയാണ് BCF കർവ് പ്ലോട്ട് ചെയ്യുക. നമുക്ക് അതിന്റെ ഫിസിക്കലി എങ്ങനെയാണ് ഒരു പോളിഗൺ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടെ കർവ് ഫോം ചെയ്യാന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ BCF കർവിനെ നോക്കി. പ്ലസ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ കേസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബേൺസ്റ്റീൻ പോളിനോമിയൽ ആണ്. ഓക്കെ, ഒരു ബേൺസ്റ്റീൻ ബേസിസ് ഫംഗ്ഷൻ ആണ്. അതാണ് ഇവിടുത്തെ ബ്ലെൻഡിങ് ഫംഗ്ഷൻ. ഓക്കെ, ബ്ലെൻഡിങ് ഫംഗ്ഷൻ ആസ് നമ്മുടെ സിലബസ് സെപ്പറേറ്റ് ടോപ്പിക് എന്നുള്ള രീതിയിൽ പറയുന്നത്, ഇതെല്ലാം കൂടെ ഇതിന്റെ അകത്തേക്ക് തന്നെ കൊണ്ടുവന്നു. ഓക്കെ, റൈറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെയായിട്ട് നോക്കേണ്ടത്. ഒന്ന്, യുവർ ബ്ലെൻഡിങ് ഫംഗ്ഷൻസ് ഫോർ ഹെർമൈറ്റ് ഓർ ദ ക്യൂബിക് പോളിനോമിയൽ ഫംഗ്ഷന്റെ കേസിൽ എന്ന് വെച്ചാൽ, ലൈക് ക്യൂബിക് സ്പ്ലൈനിന്റെ കേസിൽ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ക്യൂബിക് പോളിനോമിയൽ ആയിരുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മൾ ടു ജോയിൻ ടു കോമ്പണൻസ്, നമുക്കിവിടെ ഒരു കേർവ് വേണമെങ്കിൽ ആ കേർവ് ഡിഫറെന്റ് നമ്പർ ഓഫ് പാർട്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നതാണെങ്കിൽ ഇത് ഓരോന്നും ഒരു സ്പ്ലൈൻ ആണ്. ഓക്കെ, ഓരോന്നും ഒരു സ്പ്ലൈൻ ആണ്. ആ സ്പ്ലൈൻ ഇക്വേഷൻ അല്ലെങ്കിൽ ബ്ലെൻഡിങ് ഇക്വേഷൻ, രണ്ടിനെ കണക്ട് ചെയ്യുന്ന ബ്ലെൻഡിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. ക്യൂബിക് പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ അതിനാണ് ആ തരത്തിൽ വരുന്ന സാധനത്തിനാണ് നമ്മൾ ഹെർമൈറ്റ് ക്യൂബിക് സ്പ്ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഒരു കാറ്റഗറി പഠിച്ചത്. അതിനുശേഷം നമ്മൾ അതിനെ കുറച്ചുകൂടെ റിഫൈൻ ചെയ്തു. അപ്പൊ ഇതിന്റെ കേസിൽ എന്തായിരുന്നു? അത് ഇന്റർപൊളേഷൻ ആയിരുന്നു. ഇന്റർപൊളേഷൻ ടൈപ്പ് ആയിരുന്നു. കാരണം ഓരോ പോയിന്റ്സിലൂടെയും ഓരോ കൺട്രോൾ പോയിന്റ്സിലൂടെയും അത് കടന്നു പോകും. കറക്റ്റ്. So Bernstein polynomial, your Bezier curve was different from your Hermite function. എങ്ങനെയായിരുന്നു ഡിഫറെന്റ് എന്ന് വെച്ചാൽ, it was actually an approximation function. Okay, approximation type ആയിരുന്നു. That means it does not pass through each and every control points. If you have number of control points, it will pass through the first one and then it will reach the last one, making a tangent with the first one and the last one. And the other 2 points, the remaining 2 points are actually responsible for the shape and derivative and all, and not അത് ഡയറക്ട്ലി അതിന്റെ മുകളിലൂടെ പോകില്ല. സോ ദിസ് ഈസ് കോൾഡ്, ഇതിനെന്താണ് പറയുക, ഇതിനെ അപ്രോക്സിമേഷൻ ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, ആൻഡ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ആർ, ദ ഫസ്റ്റ് വൺ ഈസ് ആക്ച്വലി ലോക്കലി കൺട്രോൾഡ് ആയിരുന്നു. റൈറ്റ്. സോ ഇഫ് യു ചേഞ്ച് one part, only that part will change. The remaining will be unaffected. Okay, but here it is actually global type one. That means if you change one portion, the every remaining shape of the curve will be affected. Okay, and that is one of the disadvantage of this BCF curve. Okay, so അതിനാണ് നമ്മൾ ബി സ്പ്ലൈൻ കർവിലേക്ക് വരുന്നത്. ഓക്കെ, സോ ഇത് രണ്ടിന്റെയും കാര്യങ്ങളും അതിന്റെ പോരായ്മകളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അടുത്ത കർവിലേക്ക് വരുന്നത്, വിച്ച് ഇസ് ബി സ്പ്ലൈൻ കർവ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു, ഈ കർവ് ഒക്കെ എങ്ങനെയാണ് ഡിഫറെന്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഇസ് പ്യൂർലി ബേസ്ഡ് അപ്പോൺ ദ ബ്ലെൻഡിങ് ഫംഗ്ഷൻ. ഓക്കെ, സോ ഓൺലി തിങ് ദാറ്റ് ഇസ് ഡിഫറൻസ് ഹിയർ ഇസ് ദ ബ്ലെൻഡിങ് ഫംഗ്ഷൻ. ഓക്കെ, സോ ബ്ലെൻഡിങ് ഫംഗ്ഷൻ ഫോർ your BCF B-spline curve, it is almost like somewhat similar to the BCF curve, but the thing is one more parameter comes in addition to, so we are not actually using Bernstein polynomial, we are actually using a new function, and I'll write the mathematical equation. Okay, note it all. ഈ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ മാത്രം ഒന്ന് ഇതിന്റെ ഫോം മാത്രം ഒന്ന് നോക്കി വെക്കുക. പാരാമെട്രിക് അതിന്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത്, അതേപോലെ അതിന്റെ ഓരോ ടേംസ് എന്താണെന്ന് മനസ്സിലാക്കുക. അതിന്റെ ഡെറിവേഷൻ പോയിന്റ് ഒന്നും നമുക്ക് എന്തായാലും വരില്ല. ഓക്കെ, right. Okay, so your equation for this one, for B-spline, your mathematical relationship is given as, for B-spline, mathematically it can be represented as, P of S is equal to sigma I is equal to 0 to n, same as your BCF curve. Okay, into Pi into Ni of K into S. Okay, ഒരു additional term വരുന്നുണ്ട്, ഒരു K എന്ന് പറഞ്ഞ additional term കൂടെ വരുന്നുണ്ട്. Now here Ni K of S is a B-spline function. Okay, so ഇതിൽ വരുന്നത് blending function is B-spline function. Okay, so the main advantage with this B-spline function is that, it actually eliminates the disadvantages of your BCF curve. So that means the main advantage of using this B-spline function is that it actually provides, so the advantage for this B-spline that it actually provides local control. Okay, provides local control as well. Okay, control as well, which was not so for BCF curve. Okay,
So locally ഒരു പാർട്ട് കർവിനെ മാത്രം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. Okay. And also another important advantage is that it provides ability to add control points. Okay. So it provides ability to add control points. Ability to add control points without increasing the degree of the curve. Degree of the curve. Okay. So these two advantages are very important. That's very important. So it provides a local control, and also it provides the ability to add control points. Okay. And the basic characteristics of this B-spline curve is actually dependent on this function. Okay. So this function the characteristics എങ്ങനെയാണോ അതൊക്കെ ആയിരിക്കും ഈ B-spline curve ന്റെ advantages ആയിട്ട് വരിക. Okay. So first advantage അല്ലെങ്കിൽ ഇതിന്റെ basic characteristic based on this equation എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് local control can be obtained. Okay. Local control ഉണ്ടാവും. Okay. So that is one of the main advantage, local control. And it always passes through the first and last point, non-periodic B-spline curve, and non-periodic B-spline curve, B-spline curve passes through the first and last control points. Okay, it always passes through. ഇതെങ്ങനെയാണെന്ന് വരുന്നത് ഞാൻ പറയാം, അതായത് നോട്ട് ചെയ്ത് പറയാം. Passes through first and last control point. First and last control point, and it is tangent to the first, that is P1 P0, and last, that is Pn+1 Pn segment of the polygon. Note ചെയ്യണം ഇതൊക്കെ. Local control ഉണ്ട്. പിന്നെ a non-periodic B-spline curve passes through the first and last control point, and it is tangent to the first and last segment. ഇത് എങ്ങനെ വരുന്നതെന്ന് പറയാം. ഒരു ഡയഗ്രത്തിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ പോയിന്റ്സ് എല്ലാം വെച്ചിട്ട് നമുക്ക് ഒരു സിംഗിൾ ഡയഗ്രത്തിലൂടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. Okay. Again, the next very important point is generally, that is lesser the degree, the closer the curve gets to the control points. Okay, to the control points. Okay. The fourth one, second degree curve is always tangent to the midpoints of all internal polygon segments. The last one, if K equals the number of control points n+1, then the resulting curve
curve becomes BCF curve. It becomes a BCF curve. Okay. Yes. Note ചെയ്തോ ഇതെല്ലാം? ഇത് ഓരോന്ന് എന്തൊക്കെയാണെന്ന് പറയാം. Right. അല്ലേ? Yes, sir. Right. Note ചെയ്തോ? Okay, fine. സോ എന്തൊക്കെയാണ് ഈ എഴുതി വെച്ച കാര്യങ്ങൾ എന്ന് പറയാം. സോ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. സോ നമുക്ക് കൺട്രോൾ പോയിന്റ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. നമ്മൾ എടുക്കുന്ന ഒരു പോയിന്റ്സ് ആണ് P0, P1, P2, P3 എന്നുള്ള പോലെ നമ്മൾ ഡിഫറെന്റ് പോയിന്റ്സ് എടുക്കാറുണ്ടല്ലോ. അപ്പൊ അതൊക്കെ അത് തന്നെയാണ് കൺട്രോൾ പോയിന്റ്സ്. ഓക്കെ. സോ നമ്മൾ ആദ്യം നോക്കിയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ക്യൂബിക് സ്പ്ലൈൻ കർവ് ആണെങ്കിൽ എന്താണ് ക്യൂബിക് സ്പ്ലൈൻ കർവിന്റെ കേസിൽ ഇത് ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റിലേക്ക് പോകും, കർവ് ആയിരിക്കും. അത് സെക്കൻഡിൽ തേർഡിലേക്ക് പോകും, തേർഡിൽ ഫോർത്തിലേക്ക് പോകും. എല്ലാ പോയിന്റ്സും ടച്ച് ചെയ്ത് പോകും. നേരെ മറിച്ച് അത് നമ്മുടെ പിന്നെ അടുത്ത ബീഷ്യർ കർവിലെത്തിയ സമയത്ത് ഫസ്റ്റ് ഒന്ന് നേരെ ഇങ്ങനെ വന്ന് ലാസ്റ്റിലേക്ക് എത്തും. ഈ രണ്ട് പോയിന്റ്സും ടച്ച് ചെയ്യില്ല. ഇവിടുന്ന് ടാൻജന്റ് ഫോം ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ടാൻജന്റ്. ഈ ഒരു കേസാണ് കൂടി ഫസ്റ്റും ലാസ്റ്റ് പോയിന്റ്സും സെപ്പറേറ്റ് ആണ്. കാരണം നമ്മൾ ഇത് P1 ഇത് P4 ആണെങ്കിൽ R1 R4 വെച്ചിട്ടായിരുന്നു നമ്മൾ ഇത് ഫോം ചെയ്തത് ക്യൂബിക് സ്പ്ലൈൻ. ഓക്കെ. സോ ബീഷ്യർ കർവിന്റെ കേസ് ഇങ്ങനെയാണ് വരുന്നത്. നൗ ഇനി ഇവിടെ നമ്മളിപ്പോ നോക്കുന്നത് എന്താണ്, നമ്മുടെ ഇവിടെ നോക്കുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ നമ്മള് ബി സ്പ്ലൈൻ കർവിന്റെ കേസാണ് അല്ലെ, ബി സ്പ്ലൈൻ കർവ്. Okay, so first of all control points note here. First control point, second control point, second control point, third control point. Random ആയിട്ട് ഞാൻ കുറച്ച് control points കൊടുക്കണം. Fourth, okay, large ആയിട്ട് വരണം. Let this name P0, P1, P2, P3, P4 and P5. Okay, so ഇതൊക്കെയാണ് എന്റെ പോയിന്റ്സ്. സോ ഇവിടുത്തെ പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതെല്ലാം ജോയിൻ ചെയ്തായിരിക്കും കിട്ടുന്നതാണ് പോളിഗൺ അല്ലെ. ഇതിന്റെ പോളിഗൺ P0 to P1, P1 to P2 സ്ട്രൈറ്റ് ലൈൻ ആണ്, വരക്കുമ്പോൾ ശരിയാവത്തെയാണ്. P2 to P3, P3 to P4, P4 to P5. ഓക്കെ, സോ ഇതാണ് എന്റെ പോളിഗൺ. നമുക്ക് ഓരോ കാര്യങ്ങൾ നോക്കാം. ഒന്ന് ഫസ്റ്റ് പറഞ്ഞത് ലോക്കൽ കൺട്രോൾ ആണ് ഇതിന്റെ കേസ്. ലോക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിന്റെയും ഇടയിൽ ജനറേറ്റ് ചെയ്യുന്ന കർവിനെ എനിക്ക് ഈ ഇവിടെ തന്നെ എനിക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഇവിടെ വരുത്തി കഴിഞ്ഞാൽ ഈ ഒരു റീജിയനിൽ മാത്രമായിട്ട് ആ ചേഞ്ചസിനെ എനിക്ക് അതിന്റെ ലോക്കലൈസ്ഡ് ആയിട്ട് ഈ ചേഞ്ച് ഇവിടെ വരുന്ന ചേഞ്ച് ഇവിടെ മാത്രമേ എഫക്ട് ചെയ്യുള്ളൂ, ബാക്കി ഏരിയാസ് ആണ് എഫക്റ്റഡ് ആക്കിയിട്ട് എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ഓക്കെ, സോ അത് എങ്ങനെയൊക്കെ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ വേറെയും 2-3 അഡ്വാൻറ്റേജ് പറഞ്ഞത് എന്താണ്, യു ക്യാൻ പ്രൊവൈഡ് it provides ability to add control points അല്ലെ. സോ എന്ന് വെച്ചാൽ എനിക്ക് വേണമെങ്കിൽ ഇൻ ബിറ്റ്വീനിൽ പുതിയ കൺട്രോൾ പോയിന്റ് ആഡ് ചെയ്താൽ, ഫോർ എക്സാമ്പിൾ എനിക്ക് ഇവിടെ ഞാൻ ഒരു പുതിയ കൺട്രോൾ പോയിന്റ് ഇട്ടാണ്, സോ P7 സോ ഒരു പുതിയൊരു കൺട്രോൾ പോയിന്റ് ഞാൻ ഇട്ടാണ്. ഓക്കെ, സോ ഇത് വരുന്ന സമയത്ത് എന്തായി, എനിക്ക് ഞാനിവിടെ ജനറേറ്റ് ചെയ്യുന്ന കർവ് ഇറ്റ് വിൽ മൂവ് ടുവേർഡ്സ് ദിസ് പോയിന്റ് ആൻഡ് വിൽ കം ഓവർ ഹിയർ. ഓക്കെ, സോ ഐ ക്യാൻ ചേഞ്ച് ദിസ് പോർഷൻ ബൈ ആഡിങ് എ കൺട്രോൾ പോയിന്റ്. ദാറ്റ് ഇസ് വൺ വേ. ഓക്കെ, അല്ലെങ്കിൽ ദാറ്റ് ഇസ് വൺ മെത്തേഡ്. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ യൂസ് ചെയ്ത് രണ്ടിന്റെ ഇടയിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷനെ വേണമെങ്കിൽ എനിക്ക് ചേഞ്ച് ചെയ്യാം. എന്ന് വെച്ചാൽ ക്യൂബിക്സിന്റെ പകരം എനിക്ക് ഫോർത്ത് പവർ ഇക്വേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ആണ് ബി സ്പ്ലൈൻ കർവ് നമുക്ക് തരുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് പോയിന്റ് എനിക്ക് തോന്നുന്നു ക്ലിയർ ആയി തോന്നുന്നു. എന്താണ്, യു ക്യാൻ ലോക്കലി കൺട്രോൾ ബിറ്റ്വീൻ ദ ടു കൺട്രോൾ പോയിന്റ്സ്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, നൗ മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, എ നോൺ പീരിയോഡിക് ബി സ്പ്ലൈൻ കർവ് പാസസ് ത്രൂ ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് കൺട്രോൾ പോയിന്റ് ആൻഡ് ഇറ്റ് ഇസ് ടാൻജന്റ് ടു ദ ഫസ്റ്റ് സെഗ്മെന്റും ലാസ്റ്റ് സെഗ്മെന്റും ടാൻജന്റ് ആയിട്ടാണ് ഉണ്ടാവുന്നത് അല്ലെ. സോ എപ്പോഴും പറയുന്നത് വെച്ചാൽ ബി സ്പ്ലൈൻ കർവ് വരക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഏതൊരു കാണായാലും പിന്നെ
ഫോർ എക്സാമ്പിൾ പിന്നെ എന്താ പറയാ എത്ര ഡിഗ്രി ആയിട്ടുള്ള സാധനമായാലും ശരി, ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രോം ദ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യും, എൻഡ് ചെയ്യുന്നത് ലാസ്റ്റ് പോയിന്റിലായിരിക്കും. അതുകൂടാതെ ഇതൊരു ലൈൻ സെഗ്മെന്റ് ആണ്. P0 P1 എന്ന് പറഞ്ഞ ഫസ്റ്റ് ലൈൻ സെഗ്മെന്റ് ആണ്. സിമിലർലി P4 P5 എന്നുള്ളത് അതിന്റെ ലാസ്റ്റ് ലൈൻ സെഗ്മെന്റ്. ഓക്കെ, അപ്പൊ ഇത് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഫോമിങ് എ ടാൻജന്റ് അറ്റ് ദ മിഡ് പോയിന്റ്. ഓക്കെ, ഇതിന്റെ മിഡ് പോയിന്റ് അല്ലെങ്കിൽ ഇതിന്റെ ഈ ലൈൻ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റ് എന്നുള്ള ഒരു ടാൻജന്റ് കണക്ട് ആവുന്ന രീതിയിലായിരിക്കും ഇത് എപ്പോഴും ഈ കർവ് ഫോം ചെയ്യുക. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, നൗ തേർഡ് പോയിന്റ്, ലെസ്സർ ദ ഡിഗ്രി the closer the curve gets to the control points. Okay, so degree correlation, I'll show you. So for example, in the let us assume that it is linear. Okay, first linear ആണെങ്കിൽ നമ്മുടെ ഇക്വേഷനിൽ K2 ആവുന്ന കേസിലാണ് ലീനിയർ വരിക. അത് നോട്ട് ചെയ്താൽ മതി. ലീനിയർ ആണെങ്കിൽ എന്തായിരിക്കും? അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇത് തന്നെയാണ് ലീനിയർ ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് വെച്ചാൽ പോളിഗൺ തന്നെയാണ് കിട്ടുക. ലീനിയർ ആണെങ്കിൽ ഇത് സ്ട്രെയിറ്റ് ലൈൻ, റൈറ്റ്? ഓക്കെ, സോ ഇതായിരിക്കും എന്റെ ഫസ്റ്റ് കേസ് വരിക. ഓക്കെ, നൗ when it is quadratic ആണെങ്കിൽ we will be using k is equal to 3. okay, ആണെങ്കിൽ quadratic കിട്ടും. quadratic ആണെങ്കിൽ see it moves something like this. ഇത് ഇങ്ങനെ ആയിരിക്കും വരിക. ഫസ്റ്റ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഓക്കെ, ഇങ്ങനെ വന്ന് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് അടുത്തൂടെ പോയി. ഓക്കെ, സോ ഇതാണ് ക്വാഡ്രാറ്റിക്. ഓക്കെ, ഞാനിത് ക്വാഡ്രാറ്റിക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അതിന്റെ തേർഡ് പവർ ആണെങ്കിൽ ക്യൂബിക് ആണെങ്കിൽ, ഓക്കെ, ഡിഫറെന്റ് കളറേഷൻ. ക്യൂബിക് ആണെങ്കിൽ വെൻ k is equal to 4. ഓക്കെ, സോ ഇത് k equal to 4 ആണെങ്കിൽ ആ കർവ് നമുക്ക് കിട്ടുന്നത് പക്ഷെ അടുത്ത പവർ ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കും കർവ് വരിക. സോറി, ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇങ്ങനെ പോകും. ഓക്കെ, ഇനി ഫോർത്ത് പവർ ആണെങ്കിൽ അടുത്തത് ഇങ്ങനെ ആയിരിക്കും അതിന്റെ മോഷൻ. എന്ന് വെച്ചാൽ ഇത് ക്വാഡ്രാറ്റിക് സെക്കൻഡ് ഡിഗ്രി, ഇത് തേർഡ് ഡിഗ്രി, ഇത് ഫോർത്ത് ഡിഗ്രി. ഓരോ നെക്സ്റ്റ് ലെവൽ എടുക്കുന്ന സമയത്തും ഏറ്റവും നമ്മൾ കൺട്രോൾ പോയിന്റ്സിന് ക്ലോസ് ആയിട്ട് ഉണ്ടാവുന്നത് എന്താണ്? ഏതിനാണോ ഡിഗ്രി ഏറ്റവും കുറവുള്ളത് അതായിരിക്കും ഏറ്റവും ക്ലോസ് ആയിട്ട് ഉണ്ടാവും. അതാണ് ഈ പറയുന്നത്. ഓക്കെ, ലീനിയർ ആകുമ്പോൾ ഇതേപോലെ പോയിന്റ് ടു പോയിന്റ് ആയിട്ട് പോകും. ഇനി ലീനിയർ അല്ല, ക്വാഡ്രാറ്റിക് ആണെങ്കിൽ എന്താണ്? ഇത് മൂവ് ചെയ്യുന്ന എന്തായിരിക്കും? ഏറ്റവും ക്ലോസർ ആയിരിക്കും കൺട്രോൾ പോയിന്റ്. ഇപ്പൊ ഫസ്റ്റ് കൺട്രോൾ പോയിന്റ് വളരെ ക്ലോസ് ആയിട്ടാണ് ഇത് പോയത്. അതേപോലെ സെക്കൻഡും തേർഡിനും ക്വാഡ്രാറ്റിക് ആണ് ഏറ്റവും ക്ലോസ് ആയിട്ട് വന്നത്. അതേപോലെ ലാസ്റ്റിനും ക്വാഡ്രാറ്റിക് ആണ് അടുത്ത് വന്നത്. ഇനി തേർഡ് ഡിഗ്രി എടുക്കുന്ന സമയത്ത് യെസ്, തേർഡ് ഡിഗ്രി ഇങ്ങനെ വന്ന് ഇവിടെ കോൺടാക്ട് ചെയ്തു. ഇതിലും പിന്നെ എന്താ പറയാ, സെക്കൻഡ് ഡിഗ്രിനെക്കാളും ഡിസ്റ്റൻസിലാണ്, കുറച്ചുകൂടെ ദൂരത്താണ് ഇത് വരുന്നത്. എഗെയിൻ ആ ഡിസ്റ്റൻസ് ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. സിമിലർലി that applies to a fourth order. Okay, fourth or quintic. Okay, fourth order അല്ലെങ്കിൽ quintic. Okay, so that is the next point. Okay, and again second degree curve ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് എപ്പോഴും അതാണ് നമ്മളെ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്. It is always, second degree curve is always tangent to the midpoint of all the internal polygon segments. എല്ലാ polygon segmentsനെയും അതിന്റെ സെന്ററിന് ടാൻജന്റ് ആയിട്ടായിരിക്കും അത് പിന്നെ ലൈൻസ് മൂവ് ചെയ്യുന്നത്. പിന്നെ ഞാൻ വരച്ചത് അത്ര പ്രോപ്പർ ആയിരിക്കില്ല, പക്ഷെ ഈ ഒരു കാര്യം റെപ്രസെന്റ് ചെയ്യാൻ ഈ പിന്നെ എന്താ പറയാ, ക്വാഡ്രാറ്റിക് ഈസ് ഫോർ ക്ലോസർ ടു ദ കൺട്രോൾ പോയിന്റ്സ് എന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ ഡിഗ്രി കുറയുന്ന സമയത്ത് that will come closer to the control points എന്ന് കാണിക്കുന്ന രീതിയിൽ ഇത് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ ഇൻ ദാറ്റ് വേ ദിസ് ഡയഗ്രാം ഈസ് ഇമ്പോർട്ടന്റ്. ഓക്കെ, ക്ലിയർ? ഏതാണ്ട് ക്ലിയർ ആയോ? ലാസ്റ്റ് പോയിന്റ് കേസിൽ ആ കെ മാറുന്നതിനനുസരിച്ച് എങ്ങനെ വരുന്നുള്ളത് സത്യത്തിൽ എനിക്ക് അത്ര ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അത് നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ?
ഓക്കെ സി ഇത്രയും കാര്യങ്ങൾ സ്പ്ലൈൻ ഇതിന്റെ കേസിൽ ഞാനിപ്പോ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ റെഫർ ചെയ്ത് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ ഇത് ഈ ഏരിയയിൽ നിന്ന് ബേസിക്കലി പ്യുവർ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെയും വന്നിട്ടുള്ളത് ഇത്രയും കാലത്തെ ഇതില്. ഓക്കെ എന്ന് വെച്ചാൽ മെയിൻലി ചോദിക്കുന്ന ഒരു സാധനം ബി സ്പ്ലൈൻ കർവും അതേപോലെ പിന്നെ ബി സ്പ്ലൈനും അതുപോലെ ബി സിയർ അല്ലെങ്കിൽ ബി സിയറും പിന്നെ ഇതും പിന്നെ എന്താണ് ക്യൂബിക് ഹെർമൈറ്റ് ഫംഗ്ഷനും ഇതൊക്കെ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ചിലപ്പോൾ ചോദിക്കാറ്. ചില കേസുകളിൽ പാരാമെട്രിക് ഇക്വേഷൻ എഴുതാനും അതിനെക്കുറിച്ച് പറയാനും പറയും. ചിലത് ഫീച്ചേഴ്സ് ചോദിക്കും, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഇതിൽ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്നാൽ മതി, അതിന്റെ അടുത്ത ലെവലിലേക്ക് നമുക്ക് പോകാനും ബുദ്ധിമുട്ടാണ്, വേറെ കാര്യം. ഓക്കെ റൈറ്റ്, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ, റൈറ്റ്? Okay, so now we'll move on to the next topic. So with this, we are completing the different types of curves. Okay, so Hermite, cubic, Hermite curve, Bezier curve, and B-spline curve. Okay, now so we'll move on to the next topic. So almost in the main topic, so we'll move on to the next topic, which is surface entities. Okay, so basically, നമുക്ക് surface entities in സർഫസ് എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സർഫസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പ്ലെയിൻ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ഡിഫറെന്റ് പ്ലെയിൻ ഫിഗേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനത്തിനാണ് എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ എൻറ്റിറ്റീസിനെ സർഫസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സർഫസ് എൻറ്റിറ്റീസ് എന്ന് പറയും. ഓക്കെ, സോ സർഫസ് എൻറ്റിറ്റീസ് നമുക്ക് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുള്ളത്. സോ ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ടു. വൺ ആസ് analytic surfaces, and the second one is synthetic surfaces. Okay, analytic surfaces and synthetic surfaces. Okay, now just a second. Okay, analytic and synthetic surfaces. Okay, now this analytic surface is actually analytic surfaces are based on wireframe entities. Okay, are based on wireframe entities. Okay, and that includes plane surface, sadhanala plane surface, ruled surface അല്ലെങ്കിൽ lofted surface എന്ന് പറയും, lofted surface. Okay, and surface of revolution. Okay, surface of revolution പല നമ്മൾ ഓട്ടോകാരിൽ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. Surface of revolution, and then tabulated cylinder. Okay, these comes under your analytic surfaces. Okay, so they actually are direct options that available at analytic surfaces. Okay, അപ്പോൾ എന്താണ് സിന്തറ്റിക് സർഫസസ് എന്ന് ചോദിച്ചാൽ നമ്മളിപ്പം സർഫസസ് ക്രിയേറ്റഡ് ത്രൂ ഇപ്പൊ ഇതൊക്കെ വെച്ചാൽ പിന്നെ ബേസിക് വയർഫ്രെയിം എൻറ്റിറ്റീസിനെ കൊണ്ട് നമ്മൾ ഫോം ചെയ്യുന്ന സാധനങ്ങളാണ്. ഓക്കെ, സോ സിന്തറ്റിക് സർഫസസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ സർഫസസ് that are needed when a surface is represented by a collection of data points. Okay, here the surfaces are represented as a collection of data points, and these surfaces are represented by a polygon, polynomial. Okay, are represented by polynomial functions. Okay, so these are surfaces which are represented by polynomial functions. Example നമ്മൾ ഇപ്പോൾ കണ്ട എക്സാമ്പിൾസ് ഒക്കെയാണ്. എന്തൊക്കെയാണ്? Bezier surface is an example. So Bezier curve കൊണ്ട് ഫോം ചെയ്ത സർഫസ് ആണ് Bezier surface. Okay, similarly B-spline surface. Okay, so B-spline curve ne extend ചെയ്ത ഫോം ചെയ്ത സാധനമാണ് B-spline surface. Similarly, there is one more thing which is bicubic surface. Bicubic
surfaces. Okay, so this will be an കാര്യമൊന്നുമല്ല, കാണിച്ചു തരാം. ഡയഗ്രാം കാണുമ്പോൾ നമുക്കിത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ആദ്യത്തെ നമുക്ക് അനലിറ്റിക്കൽ സർഫസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അനലിറ്റിക് സർഫസ്. ഓക്കെ, സോ സ്റ്റാർട്ടിംഗ് വിത്ത് യുവർ പ്ലെയിൻ സർഫസ്. ഓക്കെ, സോ ദീസ് ആർ ദ പ്ലെയിൻ സർഫസ്. നമുക്ക് അറിയാവുന്നതാണ് എന്താണ്, നമുക്ക് ഒരു പിന്നെ എന്താണ് നോൺ കോയിൻസിഡന്റ് ആയിട്ടുള്ള മിനിമം 3 പോയിന്റ്സ് ഉണ്ടെങ്കിൽ, ഓക്കെ 3 points non coincident. Okay, then you can create a simple plane surface. Okay, so സാധാ പ്ലെയിൻ സർഫസ് ആണ്. സോ ബേസിക്കലി എന്തിനാ ഈ പ്ലെയിൻ സർഫസ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് സെക്ഷണൽ വ്യൂസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമൽ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെക്ഷണൽ വ്യൂസ് ജനറേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എനിക്കൊരു 3 dimensional സാധനം ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു സിലിണ്ടർ. ഓക്കെ, ഒരു സിലിണ്ടർ ഉണ്ട്. എനിക്ക് അതിന്റെ സെക്ഷണൽ വ്യൂവിനെ കുറിച്ച് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹോളോ സിലിണ്ടർ ഉണ്ട്. ഓക്കെ, ഹോളോ സിലിണ്ടർ ആയിരിക്കാം. സെക്ഷണൽ വ്യൂ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ പ്ലെയിൻ ആയിട്ട് കട്ട് ചെയ്യും. ഓക്കെ, സോ ആ കട്ട് ചെയ്തിട്ട് ആ സർഫസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. റൈറ്റ്, സോ ദീസ് കംസ് അണ്ടർ യുവർ പ്ലെയിൻ സർഫസ്. ഓക്കെ, ഇതൊക്കെയാണ് പ്ലെയിൻ സർഫസ് വരുന്നത്. റൈറ്റ്, സോ നെക്സ്റ്റ് ടൈപ്പ് ഈസ് ആക്ച്വലി രണ്ടാമത്തെ പറഞ്ഞ എന്താ, റൂൾഡ് ഓർ ലോഫ്റ്റഡ് സർഫസ്. ഓക്കെ, സി റൂൾഡ് ഓർ ലോഫ്റ്റഡ് സർഫസ് എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പം നിങ്ങൾ കാറ്റിയൊക്കെ യൂസ് ചെയ്തവർക്കും അറിയാം, ലോഫ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അല്ലെ. കാറ്റിയില് ഒരു 2D പ്ലെയിനിനെ 3D കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞ സോളിഡ് വർക്ക്സ് യൂസ് ചെയ്യുന്ന സാധനത്തിന്റെ പേര് ലോഫ്റ്റിംഗ് എന്നാണ് ഇതില് നമ്മുടെ കാറ്റിയിലൊക്കെ. ഓക്കെ, സോ ഇവിടെ 3 dimensional അല്ല, ഇവിടെ 2 dimensional സർഫസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, 2 സർഫസ് എന്ന് വെച്ചാൽ 2 ബൗണ്ടറി. ഇതാണ് എന്റെ ഫസ്റ്റ് ബൗണ്ടറി, ഇതാണ് എന്റെ സെക്കൻഡ് ബൗണ്ടറി. ഈ 2 ബൗണ്ടറിന്റെ ഇടയിൽ സർഫസ് ഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്താണ് ലോഫ്റ്റിംഗ്. റൂൾഡ് അല്ലെങ്കിൽ സർഫസ് ഫോം ചെയ്യാനാണെങ്കിൽ ഇതാണ് റൂൾഡ് ലോഫ്റ്റഡ് സർഫസ്. ഇതിന്റെ ഇൻ ബിറ്റ്വീനിൽ ഫോം ചെയ്യുന്ന സർഫസിനാണ് റൂൾഡ് സർഫസ് ഓർ ലോഫ്റ്റഡ് സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ഫോം ചെയ്യുന്ന ആസ് റെയിൽസ് ആണ്. ഓക്കെ, ബൗണ്ടറി 2 ബൗണ്ടറി കർവ് വിച്ച് ആർ റെയിൽ എന്ന് പറയും. ആൻഡ് ഇൻ ബിറ്റ്വീനിൽ ഇറ്റ് ഇസ് കണക്റ്റഡ്. Okay, now the next type is your surface by revolution. Okay, see for example ഇതാണ് ഇത് നമ്മുടെ ബേസിക് സാധനമാണ്. എന്താണ്, ഒരു സാധനം റിവോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു കേർവ് വേണം. ആ കേർവ് വിത്ത് റെസ്പെക്ട് ടു ഏത് ആക്സിസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് ദിസ് ഈസ് റൊട്ടേറ്റഡ് യു വിൽ ഗെറ്റ് എ സർഫസ്. സർഫസ് ആണ് 3 dimensional അല്ല, ഇത് സർഫസ് ആണ്. ഇത് റെവല്യൂഷനിൽ ഫോം ചെയ്ത സർഫസ് എന്ന് വെച്ചാൽ ഇത് ഫുള്ളി ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു സർഫസ് എനിക്ക് കിട്ടും. Okay, and the next one is tabulated cylinder എന്ന് പറയും അല്ലെ. tabulated cylinder. Okay, so tabulated cylinder എന്ന് പറയുന്നത് see if you can extrude this one. Okay, so ഈ ഒരു curve-നെ ഞാൻ എക്സ്ട്രൂഡ് ചെയ്യുകയാണെങ്കിൽ I will get a surface something like this അല്ലെ. ഇതേ സാധനത്തിനെ ഞാൻ ഇതിന്റെ അടുത്ത ഡയറക്ഷനിലേക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ I will get a surface. നമ്പർ ഓഫ് സാധനങ്ങൾ ഇങ്ങനെ വന്നാൽ I will get a surface something like this. Okay, സിമിലർലി ഇതിന്റെ കേസാണ് ഇങ്ങനെ. അതേപോലെ സർക്കിൾ ഒരു കേർവ് ആണെങ്കിൽ ഏതാണ്ട് ഇതുപോലെ ഒരു സർഫസ് എനിക്ക് കിട്ടും. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക് അനലിറ്റിക് സർഫസസ്. ഇത് എല്ലാം ദിസ് കംസ് അണ്ടർ ദ ബേസിക് ഹെഡിങ് അനലിറ്റിക് സർഫസസ്. ഓക്കെ, സർഫസസ്. സോ ഇതിന്റെ കേസിൽ എവറിത്തിങ് ഈസ് ജനറേറ്റഡ് ബൈ വയർ ഫ്രെയിം മോഡൽ. ഓക്കെ, now similarly we have something called a synthetic surface. അതാണ് നമ്മൾ അടുത്ത പറഞ്ഞ സിന്തറ്റിക് സർഫസിന്റെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാമാണ് സിന്തറ്റിക് സർഫസസ്. സർഫസസ് ഫൗണ്ട് ബൈ പോളിനോമിയൽ ഫങ്ഷൻസ്. ഓക്കെ, പോളിനോമിയൽ ഫങ്ഷൻസ് ജനറേറ്റ് ചെയ്യുന്ന സർഫസ് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ പഠിച്ച BCA കർവ് അല്ലെങ്കിൽ ബി സ്പ്ലൈൻ കർവിനെ നമ്മൾ അടുത്ത ഡയറക്ഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സർഫസ്. ദാറ്റ് ഈസ് യുവർ BCA surface and this one is your B-spline surface. Okay, ആ കാറ്റഗറിയിൽ വരുന്ന വേറൊരു സാധനമാണ് ഇത്. എന്താണ്, bicubic surface. Okay, this one is your bicubic surface. Okay, this is also a category which comes under synthetic surface. Right. So ഇത്രയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർഫസസ്. ബേസിക് ക്ലാസിഫിക്കേഷൻ ഈ രീതിയിൽ വരും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് surfaces. Okay, now we'll move on to the techniques of modeling.
or geometric modeling techniques. Okay, ഇത് നമ്മൾ ഓൾറെഡി ഒരു തവണ നോക്കിയതാണ്. Geometric modeling techniques. Okay, so basically geometric modeling നമ്മൾ 3 type techniques ആണ് യൂസ് ചെയ്യുന്നത്. First one is your wireframe model. Second is your surface modeling. And the third one is your solid modeling. Third one is your solid modeling. Wireframe modeling, surface modeling, and solid modeling. Okay. So ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അല്ലേ? Wireframe model, solid model, surface model. എന്താ wireframe model? സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പറയാം? വയർഫ്രെയിം മോഡലും സോളിഡ് മോഡലും തമ്മിലുള്ള അല്ലെങ്കിൽ സോളിഡ് മോഡലിന്റെ അഡ്വാൻറ്റേജസ് എന്താണ് കമ്പയർ ടു യുവർ വയർഫ്രെയിം മോഡൽ? അല്ലെങ്കിൽ വയർഫ്രെയിം മോഡലിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഓൾറെഡി ഫസ്റ്റ് എക്സാമിന് ചോദിച്ച ചോദ്യമായിരുന്നു. എന്തായിരുന്നു? ഇത് കേട്ടിട്ടില്ല നിങ്ങള്? വയർഫ്രെയിം മോഡലിംഗ് സ്ട്രക്ചർ മാത്രമേ ഉണ്ടോ, ഒരു ഫ്രെയിം? യെസ്, അതെ. സോളിഡ് മോഡലിംഗിൽ ഒരു ആക്ച്വൽ ഷേപ്പ് 3 dimensions. യെസ് അല്ലേ? വയർഫ്രെയിം മോഡലിന്റെ കേസിൽ ഏറ്റവും ഔട്ട് ഓഫ് ഫിഗർ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെ കൊണ്ട് അതിൻ്റെതായ ഒരുപാട് ഡിസഡ്വാൻറ്റേജസും വരും അല്ലെ? ഇപ്പൊ ഒരു സിമ്പിൾ ഫിഗർ ഒക്കെ ആണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ when it comes to a complicated figure, for example number of ഇപ്പൊ ഒരു ക്യൂബ് ഉണ്ട്, ഇതിന്റെ നമ്പർ ഓഫ് ക്യൂബ്സ് സ്റ്റോക്ക് ചെയ്ത തരത്തിലുള്ള നമ്മളൊരു ഫിഗർ വെച്ചാൽ തന്നെ അവിടെ തന്നെ കോംപ്ലിക്കേഷൻ വന്നു, റൈറ്റ്? അപ്പോൾ ചില കേസുകളിൽ നമുക്ക് ഹിഡൻ ലൈൻസിലൊക്കെ കാണിക്കേണ്ടി വരും, റൈറ്റ്? റൈറ്റ്. there are number of such things. Okay, so these are some types of wireframe models. Okay, so if you increase the complexity, നമുക്കിവിടെ വളരെ കോംപ്ലിക്കേറ്റഡ് ഡയഗ്രാംസ് ആയിട്ട് മാറും, റൈറ്റ്? പക്ഷെ ഇതിന്റെ ആവശ്യമുണ്ട് ഇപ്പോഴും അല്ലെ? വയർഫ്രെയിം മോഡൽസ് യൂസ് ചെയ്യുന്നത് നോർമലി 2 dimensional റെപ്രസെന്റേഷൻ വേണ്ട സ്ഥലത്ത് വയർഫ്രെയിം മോഡൽസ് യൂസ് ചെയ്യും. ചില കേസുകൾ നമുക്ക് പ്രോപ്പർ വിസിബിലിറ്റി ചില ഏരിയാസിൽ അല്ലെങ്കിൽ 2D വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വയർഫ്രെയിം യൂസ് ചെയ്യും. നോർമലി ഫോർ ഓർത്തോഗ്രാഫിക് വ്യൂസിന് ചിലപ്പോൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഓർത്തോഗ്രാഫിക് വ്യൂസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിൽ ബി യൂസിങ് ദ വയർഫ്രെയിം മോഡൽ അല്ലെ? അതിന് നമുക്ക് ഔട്ടർ ഡയമെൻഷൻ, നമുക്ക് അതിന്റെ ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ വ്യൂസ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് മതി? അതിന്റെ വയർ ഔട്ട്സൈഡ് സാധനങ്ങൾ മാത്രം മതി. നമ്മൾ അതിന്റെ ഫുൾ കാര്യങ്ങളൊന്നും അതിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഒരു പ്ലെയിനിൽ നമ്മൾ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ആൻഡ് സൈഡ് വ്യൂ ജനറേറ്റ് ചെയ്ത് പ്രിന്റ് എടുക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് കിട്ടുന്നത്? ഔട്ട്ലൈൻസ് മാത്രമായിരിക്കും. സോ that is actually an application of this wireframe modeling. Okay, now similarly we have something called so ഇതൊക്കെയാണ് നമ്മുടെ so similarly we have something related to surface modeling. So ഇതിന്റെ വയർഫ്രെയിം മോഡലിന്റെ അടുത്ത ഒരു ഡെവലപ്മെന്റ് ആയിരുന്നു സർഫസ് മോഡലിലേക്ക് അല്ലെ? സോ സർഫസ് മോഡലിൽ തന്നെ സർഫസ് മോഡലിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കാണുന്നതിന് പകരം ഇത് സർഫസ് ഫില്ലായിട്ടുണ്ടാവും. സർഫസ് ഫില്ലായിട്ടുണ്ടാവും. അപ്പം ഇതിൽ ഗെറ്റ് എ ബെറ്റർ വിസിബിലിറ്റി. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതിന്റെ ഉള്ളു പൊള്ളയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റ് കാൽക്കുലേഷൻസിനൊന്നും നമുക്ക് ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല. മറ്റ് മാസ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ സ്ട്രെസ് കാൽക്കുലേഷൻസിനൊന്നും നമുക്ക് ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് എ സോളിഡ്. ഓക്കെ, ഒരു സർഫസ് എൻറ്റിറ്റി മാത്രമായിരിക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവുക. ബട്ട് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ അഡ്വാൻറ്റേജ് അല്ലെ? ചില കേസുകളിൽ നമുക്ക് സർഫസ് ഫില്ലിങ്ങിനൊക്കെ സർഫസ് മോഡലിംഗ് ടെക്നിക്സിന്റെ ആവശ്യം, റൈറ്റ്? ഇപ്പൊ പുതിയ സോഫ്റ്റ്വെയർസ് ഒക്കെ വരുന്ന സമയത്ത് ഇറ്റ്സ് ആക്ച്വലി എ കോമ്പിനേഷൻ ഓഫ് ഓൾ ദീസ് തിങ്സ്, റൈറ്റ്? നൗ ഹിയർ so surface modeling in the case we are actually using ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സർഫസ് മോഡലിംഗിന് അഡ്വാൻസ്ഡ് മോഡലിംഗ് ടെക്നിക്സ് ആർ യൂസ്ഡ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ അഡ്വാൻസ്ഡ് ടെക്നിക്സ് are used
അത് ഒന്ന് എന്താണ് B-spline surface modeling, and the second one is called NURBS, NURBS. Okay, and explain the non-uniform rational B-splines, non-uniform rational B-splines. Okay, NURBS. Right. So അത് ബേസ് ചെയ്തിട്ട് ഇതാണ് ഒരു സർഫസ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്കിത് കുറെ പലകകൾ വെച്ച് ജോയിൻ ചെയ്തൊരു അവസ്ഥ ഉണ്ടാവില്ല, അതിന്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല. അതാണ് സർഫസ് മോഡലിംഗ്. റൈറ്റ്. സോ സർഫസ് മോഡലിംഗിന്റെ കേസിലും വി ഹാവ് സർട്ടൻ സ്റ്റാൻഡേർഡ് സർഫസസ്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സർട്ടൻ സ്റ്റാൻഡേർഡ് സർഫസസ്. ഓക്കെ, ഇപ്പം ഓട്ടോകാഡിലൊക്കെ നോക്കിയാൽ നമുക്ക് സ്റ്റാൻഡേർഡ് സർഫസസ് ഡയറക്റ്റ് ആയിട്ട് കാണാം. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വൺ ഈസ് എ ബോക്സ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ബോക്സ്. ഓക്കെ, സോ സാധാരണ ഒരു ക്യൂബോയിഡ് ബോക്സിനാണ് നമ്മൾ ഒരു ബേസിക് ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സിമിലർലി അനദർ ടൈപ്പ് ഈസ് യുവർ വെഡ്ജ് ഷേപ്പ്. ഓക്കെ, അത് ഡയറക്റ്റ് ആയി അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് വെഡ്ജ് ഷേപ്പ്. സിമിലർലി കോൺ. ഓക്കെ, കോൺ സർഫസ് അത് ഡയറക്ട്ലി അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. സിമിലർലി സ്പിയർ. സിമിലർലി ഇതൊരു പ്രത്യേക സാധനമാണ്, വടയുടെ ഷേപ്പിലുള്ള ഒരു സാധനമാണ്, ഇതിനെ നമ്മൾ ടോറസ് ഷേപ്പ് എന്ന് പറയാം. ഓക്കെ, സോ ഓൾ ദീസ് ആർ സം ഓഫ് യുവർ സ്റ്റാൻഡേർഡ് സർഫസസ്. ഓക്കെ, സ്റ്റാൻഡേർഡ് സർഫസസ് ആണ്. റൈറ്റ്. പക്ഷെ ഈ പറഞ്ഞു നമ്മള് പിന്നെ B-spline BCR കേസ് പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സ്റ്റാൻഡേർഡ് സർഫസസ് കൊണ്ട് മാത്രം നമുക്ക് എല്ലാം ജനറേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഈ പറയുന്ന പോലെ നമുക്കിപ്പം ഓട്ടോമൊബൈൽസിൽ അല്ലെങ്കിൽ കാറിന്റെ ഒക്കെ ചില ഡെലിക്കേറ്റ് ആയിട്ടുള്ള സർഫസസ് മോഡൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് സ്റ്റാൻഡേർഡ് സർഫസസിനെ കൊണ്ടൊന്നും ഒരിക്കലും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ യു നീഡ് സം ടെക്നിക് ടു ഫിൽ ദോസ് തിങ്സ്. അല്ലെ, നമ്മൾ നേരത്തെ കർവ്സ് ആണ് പറഞ്ഞത് അല്ലെ, പക്ഷെ നമുക്ക് അതിന്റെ ആ കർവിന്റെ സർഫസസ് ആണ് ശരിക്കും വേണ്ടത്. സോ അതുകൊണ്ട് തന്നെ പുതിയ ടെക്നിക്സ് യൂസിങ് ദീസ് നെർവ്സ് ലൈക്ക് നോൺ യൂണിഫോം റാഷണൽ B-splines യൂസ് ചെയ്തിട്ട് they have developed different surfaces. Okay, so those surfaces are these ones. Okay, എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് surface patch. Okay, this one. Okay, similarly Coon's patch is another, bicubic patch is another, BCR surface is another, and B-spline surfaces are other types. Okay, so these are all techniques which have been developed. Synthetic methods usage developed different techniques are using the advanced technology of nerves and B-splines. Okay, so under the different types varum one surface patch ആണ്, ഇതാണ് surface patch. അതേപോലെ second one is your എന്താണ് Coon's patch. Okay, bicubic patch. Okay, and this is BCR modeling, and these are the examples for B-spline modeling. Okay, so the smooth surface the polygon അകത്ത് ഫോം ചെയ്ത curve ആണ്, അതിന്റെ സർഫസ് ഫോം ചെയ്തിട്ടുള്ളത്. Okay, so these are the examples for BCR. ഇത് BCR ന്റെ ആണ്, and this is an example for B-spline. Okay, so these are the different types of surface models. Okay, so ഇത്രയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ വരുന്നത്. Okay, so that completes the module. Okay, so ഏതാണ്ട് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ കാര്യങ്ങൾ? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, സോ ഇതോടുകൂടി നമ്മുടെ തേർഡ് മോഡ്യൂൾ വൈൻഡപ്പ് ചെയ്യാണ്.